ടിക്കറ്റ് ടു ഫിനാലെ മൂന്നാമത്തെ ടാസ്ക് ആയിട്ടുള്ള തലയണ മന്ത്രം ടാസ്കിനിടയിൽ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് ജിൻഡോയും സിജോയും അപ്സരയും തമ്മിൽ പൊരിഞ്ഞടിയാണ് നടക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു പുതുപുത്തൻ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രൊമോയിൽ ആദ്യം തന്നെ ബിഗ് ബോസ് പറയുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പഞ്ഞി കളക്ട് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ലോണം തുന്നി ഒരുപാടധികം തലോണ ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു ടാസ്കിൽ വിജയിക്കാം എന്നാണ് ടാസ്കിന്റെ റൂള് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിജോയും അപ്സരയും ജാസ്മിനും റസ്മിനും എല്ലാവരും കൂടി പോയി ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പഞ്ഞിയും കാര്യങ്ങളൊക്കെ പറക്കുന്നുണ്ട്. ഇതും ടീമായിട്ടാണ് ചെയ്യുന്നത്. അപ്സരയും സിജോയുമാണ് ഒരു ടീമിലുള്ളത്. അങ്ങനെ ഏറ്റവും കൂടുതൽ തലോണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സിജോയുടെ ടീമാണ്. അതായത് സിജോയും അപ്സരയും ഉള്ള ടീമാണ്. അപ്പൊ ജിൻഡോയാണ് ബിഗ് ബോസ് ഇതിന്റെയൊക്കെ ജഡ്ജായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജിൻഡോ വന്ന് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് സിജോയുടെയും അപ്സരയുടെയും തലോണ ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല എന്ന് വെച്ചാൽ ഞെങ്ങുന്നുണ്ട്. അപ്പൊ ജിൻഡോ ശരിക്കും പറയുന്നുണ്ട് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ തലോണ വെച്ച് ഒരാൾ കിടന്നു കഴിഞ്ഞാൽ അയാളുടെ തല തറയിൽ മുട്ടും. അപ്പൊ ഈ തലോണ എങ്ങനെ നല്ല തലോണ ആവും? അപ്പൊ തന്നെ ജിൻഡോയും അപ്സരയും നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് ഞങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നതാണോ പ്രശ്നം, പോയിന്റ് ആണോ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അടി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ജിൻഡോന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോ ഇത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആയതുകൊണ്ടാണ് ജിൻഡോ ഇത്രയും നല്ല രീതിയിൽ അത് ജഡ്ജ് ചെയ്തത്. കാരണം ജിൻഡോ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. ഈ തലോണ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കണം എന്നുള്ള കാര്യം ബിഗ് ബോസ് റൂളിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. തലോണ വെറുതെ ഉണ്ടാക്കി വെച്ചാൽ പോരാ. ക്വാളിറ്റി എന്ന് പറയുന്നത് അത് വെച്ച് കിടക്കുമ്പോൾ തലക്ക് സുഖമുണ്ടാവുമ്പോഴാണ് തലോണയ്ക്ക് ക്വാളിറ്റി വരുന്നത്. ആ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ റിജക്റ്റ് ചെയ്യാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ജിൻഡോ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അപ്സര ഓടി വന്ന് ഇടിക്കാൻ പോകുന്നിട്ടൊക്കെ ഓടി വരുന്നുണ്ട്. നമ്മുടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് വന്ന് സിജോനെയും അപ്സരനെയും ഒക്കെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്തൊക്കെയായാലും ടിക്കറ്റ് ടു ഫിനാലെ മൂന്നാമത്തെ ടാസ്കിലും പതിവ് പോലെ പൊരിഞ്ഞടി തന്നെയാണ് കാണിക്കുന്നത്. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.